ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ അശ്വത. അപ്പം ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ബിഗ് വീഡിയോ ഇടുന്നതാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം എനിക്ക് ആദ്യം ഡൗട്ട്സ് ആയിരുന്നു, പിന്നെ അതൊക്കെ മാറി കിട്ടി. അപ്പം ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തിരുവോണമാണ്, അതുകൊണ്ട് ഹാപ്പി ഓണം എല്ലാവർക്കും കേട്ടോ. ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ഒന്ന് കൂട്ടാൻ നിങ്ങൾ പരിശ്രമിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഏതാണ് ഈ കേട്ടിലിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ വീട് ഇതാണ്. അതാ ഈ ഒരു ഇതൊക്കെ ഉള്ളത്, ഇത് എൻ്റെ വീട് ഇതാണ്. പക്ഷേ ഞാൻ ഈ വഴിയുണ്ട് കേട്ടോ, ഈ വഴി കയറി ഇത് പാറയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇറങ്ങിയിട്ട് കണ്ടോ, ഒരു കൊച്ചു പാറ, ഞങ്ങൾക്ക് ഭഗവതി പാറയുണ്ട്, അതങ്ങ് ഇവിടെയാണ്, അങ്ങ് മണ്ടയിലാണ്. ഇതുവഴി നേരെ കയറിപ്പോണം. ഞാൻ കൊച്ചായിരുന്നപ്പോൾ എന്തോ പോയിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അച്ഛൻ്റെ ചേച്ചിയുടെ മോൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടെ വന്നു. ചേട്ടൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പം അവരെല്ലാവരും വന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ചെറിയ വിഷമമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പം സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നെല്ലാം തിരുവോണമല്ല, അപ്പോൾ എല്ലാവരും കോവിലിൽ പോയി കാണും. അപ്പോൾ ആരൊക്കെയാണ് കോവിലിൽ പോയതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ വീട്ടിൽ എന്താണ് വിശേഷം എന്നുള്ളത്, എന്തായിരിക്കും വിശേഷം വയ്ക്കുക, വേറെ ഓണമല്ലേ, അപ്പോൾ സദ്യ, പിന്നെ പായസം, അതൊക്കെയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പായസം, സദ്യ, അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട്. പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് ഗൈസ്. 2 വട്ടം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ബാക്കിയെല്ലാം സെറ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വോയിസിൽ ഈ ഒരു വലിയ വീഡിയോ ഇടുന്നത്. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്, അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ വീട്ടിലോട്ട് പോയാലോ. വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഫോണും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ വഴക്ക് പറയും. ഫോണും കൊണ്ട് അടുക്കളയിട്ട് കയറും. കൊച്ചടുക്കള ആയതുകൊണ്ട് അമ്മയ്ക്ക് വലിയ അടുക്കളേനെ ഇഷ്ടം. അതായത് ഏറ്റവും വലുതല്ല, കുറച്ചും കൂടെ വലുത്. എന്നാൽ ഭയങ്കര കുഞ്ഞായിപ്പോയി എന്നാണ് അമ്മ പറയാറ്. പക്ഷേ എനിക്കങ്ങനെ തോന്നാറില്ല. എനിക്ക് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരടുക്കളയാണ്. അപ്പം ഞങ്ങളുടെ റൂമൊക്കെ ഒരു കോലത്തിൽ കിടക്കുകയാണ്, കാരണം ഇന്ന് ഡാൻസ് ഉണ്ട്. ഇന്നലെ ഞാൻ ഡാൻസിന് പോകുന്ന ഒരാളാണ്, ഡാൻസ് പഠിക്കുന്നതാണ്. എൻ്റെ ഗുരു നന്ദിനി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇക്കോ ടൂറിസം സെൻ്ററാണ്. അതായത് എലിമല, കോട്ടൂർ എന്ന് പറഞ്ഞാൽ കോട്ടൂർ ആന പാർക്ക്, ഡാമുണ്ട്, നെയ്യാർ ഡാമൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അപ്പം റോഡാണ്, അപ്പം ഇവിടെയുണ്ട്. പിന്നെ ഇവിടെയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ മെയിൻ വഴി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടില്ല, അങ്ങനെയാണ് മെയിൻ വഴിയൊക്കെ ഇവിടെയാണ്. അങ്ങനെ പല കാഴ്ചകളും ഇവിടെയുണ്ട്. അത് മാത്രമല്ല, അതായത് അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വരയാണ് നമ്മളെ ഈ ഒരു പ്രദേശം. ഈ എലമല എന്ന് പറയുന്നത് തന്നെ അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വരയാണ്. അപ്പം ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ, മയിലൊക്കെ നമ്മൾ എന്നും കാണുന്നതാണ്, പക്ഷെ എന്നാലും പ്രത്യേകമാണ്. പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേകതയാണ്. അപ്പോൾ സിറ്റിയിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമൊക്കെ വരാറുണ്ട് ഇങ്ങോട്ടൊക്കെ വരണമെന്നുള്ളവർ. ടൂറിസം ഓണമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ടൂറിസംകാരൊക്കെ പോയി കാണും. അതായത് ഇറ്റലി, അമേരിക്ക എന്നൊക്കെ പറഞ്ഞ സായിപ്പൻ മദാമ്മമാരില്ലേ, അവരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മളിവിടെയല്ല കേട്ടോ, ഇവിടെയെല്ലാം ആനപ്പാർക്കിലൊക്കെ പോകാനായിട്ട് വരുന്നുണ്ട്. കുട്ടികളെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വരാൻ നോക്കുക. അത് തിരുവനന്തപുരം കോട്ടൂരാണ്. കോട്ടൂർ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ മതി. അവിടെ ആനപ്പാർക്ക്, ഡാം, ചീങ്കണ്ണി, പിന്നെ മാൻ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ പോയിട്ട് കാണാൻ മച്ചാന്മാരെ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ. വീട് ഒരു കോലത്തിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്നലെ ഡാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് വഴുന്ന വരിയിൽ കുറ്റിച്ചാന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഇന്നലെ ഡാൻസ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയുണ്ടോ. ഇത് മരം വെട്ടുകാരൻ മാമൻ കൊണ്ട് വെച്ചിട്ട് പോയ ഇതെന്താണെന്നറിയോ, ബ്ലൂബെറി ഒന്നുമില്ല. ഞങ്ങൾ കൊച്ചിലെ ബ്ലൂബെറി എന്ന് പറയുന്ന സാധനമാണ്. തിന്നാനൊന്നും പാടില്ല. അയ്യോ, അത് പിന്നെ പയ്യെ പൊട്ടില്ലെങ്കിൽ കാല് തട്ടും. ഇത് വേറൊരു വീടാണ്, പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയി. ഞങ്ങൾ ഇതുവരെയാണ് പോകുന്നത്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ അങ്ങനെ. അപ്പോൾ ഇന്ന് ഡാൻസ് ഉണ്ട്. ഇന്ന് ഞാൻ എടുത്തതായി സാധനം ഉണ്ടല്ലോ, എൻ്റെ പേരെന്താണ്, എന്തോരോ ഒരു പേരാ ഗൈസ്. അപ്പം
ഇന്ന് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് ഡാൻസൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആക്കി ഇടാം. ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഉടനെ. ഇല്ലെങ്കിൽ ഇടാൻ പറ്റില്ല. ഫോണ് മിക്കവാറും ഫോണിലെടുക്കുക. അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും യൂട്യൂബിൽ. അപ്പം ഗൈസ് വേറെ വിശേഷമൊന്നുമില്ല. എനിക്ക് വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. എനിക്ക് വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ അടുക്കളയിൽ പാചകത്തിൻ്റെ സമയം അവിടെയൊക്കെ ഭയങ്കര സംസാരമൊക്കെ ആണ് ഗൈസ്. സംസാരം ഒരുപാട് ഐറ്റം വേറെ കഴിക്കാനൊക്കെ ഉണ്ടല്ലോ സംഭവം. പിന്നെ ഉപ്പേരി ചിപ്സ് അങ്ങനെ പലതരം ഐറ്റംസാണ്. എനിക്ക് കൂടുതലും എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് എന്താണ് ഞാൻ പറയട്ടെ, പായസമാണ്. എനിക്കും പായസം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കൂടുതലും പാൽപ്പായസമാണ് ഇഷ്ടം. പക്ഷേ പാൽപ്പായസമല്ല പായസം വയ്ക്കുന്നത്. കരിച്ചിലൊന്നും വരണില്ല, എന്നാലും ജസ്റ്റ് തട്ടിക്കളയട്ടെ, അതല്ലേ ഇപ്പോഴത്തെ ഇമോജി. അപ്പോൾ ഇന്ന് എന്താണ് കടലയല്ലേ, ഇന്ന് കടലയാണ് വെക്കുന്നത്. എൻ്റെ വീട് ഇതാണ് ഒരു കോല. ഇനി രണ്ടാമത് പെയിൻ്റ് അടിക്കും. അതെൻ്റെ ചേച്ചിയുടെ മാരേജൊക്കെ വരുന്ന സമയത്ത് പെയിൻ്റ് അടിക്കും. ഞാനിപ്പോൾ 7th-ലാണ്. എൻ്റെ ചേച്ചി ഇപ്പോൾ +1-ലാണ്. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. അപ്പം ഇനി ഒരു 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ കല്യാണമാണ്. ആ സമയത്തുള്ള മൊത്തം വീഡിയോ ഞാൻ അങ്ങ് അപ്ലോഡ് ആക്കിയിരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ പറയുക, പിന്നെ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ല, കമൻറ്റ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എനിക്ക് സബ്സ്ക്രൈബ് തന്നൂടെ ഗായ്സ് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.